ഇതുപോലെ കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള ഈ ഒരു ഐറ്റം കണ്ടാൽ തന്നെ ഒന്നെടുത്ത് കഴിച്ചു പോകൂലേ. കാണുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ. ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എത്ര എണ്ണമാണോ വേണ്ടത് ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് 2 എണ്ണം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് സമൂസ ഷീറ്റ് എടുക്കാം. ഇനി ഞാൻ സമൂസ ഷീറ്റിനെ പകുതി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതാ ഒരു സമൂസ ഷീറ്റിനെ ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കൊരു ഞൊറിവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പകുതി വെച്ചിട്ട് മടക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുത്തി കൊടുക്കുമ്പോൾ ആ ഒരു പിക്ക് പോകുന്നതിൻ്റെ തൊട്ട് അപ്പുറം ഇപ്പുറം സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കേട്ടോ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഷീറ്റ് പൊട്ടിപ്പോകും. കുറച്ച് പഴകിയ ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സമൂസ ഷീറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ പതുക്കെ ഒന്നങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുറേ അങ്ങ് കയറ്റി കൊടുക്കണം എന്നില്ല. ജസ്റ്റ് ഇതൊരു ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷീറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷീറ്റ് മാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചൂടായിട്ടുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്നങ്ങ് കളറ് മാറിയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഇത് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർന്ന് വരും കേട്ടോ ആ ഒരു മുകൾ ഭാഗം. അപ്പോൾ അടിഭാഗം നമുക്ക് വിടരാതെയും മുകൾ ഭാഗം വിടർന്നുമാണ് കേട്ടോ കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാരയും അതേ അളവിൽ തന്നെ 1/3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. തിളപ്പിച്ചിട്ട് ഒന്ന് ഉരുക്കി ഇതൊന്ന് തിക്കായിട്ട് വരണം. തിളച്ച് നമ്മൾ ഒരു ഒട്ടുന്ന പരുവത്തിൽ ആയി വരില്ലേ, കമ്പി നൂൽ പരുവൊന്നും ആവണ്ട, ഒന്ന് ഒട്ടുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. തിളപ്പിച്ച് ഇതുപോലെ ഒന്നങ്ങ് കുറുകി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടൂത്ത് പിക്ക് ഒന്നിങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നങ്ങ് എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതും എടുക്കാം കേട്ടോ. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. മൈക്രോവേവിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു അറ്റുണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഭാഗം മാത്രം ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പിസ്താഷ്യൂ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഹാർഡാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു നട്ട്സും കൂടെ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബക്ലാവ റെഡി ആയിട്ടുണ്ട്. സ്വീറ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വെറൈറ്റി ഒക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയവർക്കുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്